ഇറങ്ങുമോ? ഇനി ഇത് ഇങ്ങനെ തിരിക്കാവോ? ഇത് മാത്രമായിട്ട് കാവോ എത്ര ബാങ്കിന്ന് പറയാൻ വേണ്ട മാത്രമാണ് പോവുക ചെയ്യലേ. റിവേഴ്സ് പറ്റത്തില്ലേ? എന്നാ ഇങ്ങോട്ട് വരണം. പോയാ കൊല്ലത്തെ പറ്റോ? അവിടെ താഴെ ചെരുപ്പ് എവിടെ സെക്യൂർ ആയിട്ടൊന്ന് വെക്കുക. സെറ്റ് പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്ക് ഇത് ഏകദേശം നമ്മൾ നിൽക്കുന്ന പ്രോപ്പർട്ടിയിൽ നിന്നും ചവിട്ടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പ്രൊപ്പൈലറും റഡറൊക്കെ ഓക്കെ. റഡറിൻ്റെ കേബിൾ റൂട്ടിങ്ങും കൂടി ഉള്ളൂ. എങ്ങനെയുണ്ട്?
ഒരു 360 വ്യൂ അല്ലെങ്കിൽ പുറത്തുനിന്നൊരു വ്യൂ കിട്ടണമെങ്കിൽ ആ കയാക്ക് എടുത്തിട്ട് നമുക്ക് ഒന്നൊരു കറക്ക് എന്നല്ലടി ഇല്ല. എന്നിട്ട് ആ ഇതൊന്ന് നമുക്ക് റഡറൊക്കെ ഒന്ന് തിരിച്ച്. ഓക്കെ ബൈ ബൈ. അപ്പോൾ ഒരുവിധം സെറ്റായിട്ടുണ്ട് നമ്മുടെ ആ ഒരു സ്ട്രക്ചറും ഗിയറും പ്രൊപ്പൈലറും ബാക്കി കാര്യങ്ങളൊക്കെ. പണ്ട് നമുക്ക് റിവേഴ്സ് ഗിയർ ഉണ്ടായിരുന്നില്ല, റിവേഴ്സ് ഗിയറുണ്ട്. എവിടെയെങ്കിലും പെട്ടെന്ന് പോയി ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെച്ച് തിരിക്കാൻ വേണ്ടിയിട്ടാണ് റിവേഴ്സ് ഗിയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങോട്ട് തിരിച്ചേ, അങ്ങ് ഫ്രണ്ടിലോട്ടോ. എങ്ങനെയുണ്ട്? സ്മൂത്താണോ? സ്റ്റേബിളാണോ? അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി കുറേ സാധനങ്ങൾ ഫിറ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് ഞാൻ ഇത്രയും ഭാഗങ്ങൾ വെള്ളത്തിലിറക്കുമ്പോഴുള്ളൊരു ഇത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ സത്യം പറഞ്ഞാൽ ഒന്ന് കുറഞ്ഞു. ഇത് വെള്ളത്തിലിറക്കുമ്പോൾ എത്രത്തോളം സ്റ്റേബിളാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വെയിറ്റൊക്കെ കൂടി വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഗിയറ്, ഷാഫ്റ്റ്, പ്രൊപ്പൈലറ്, അപ്പോൾ റഡറ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി പുള്ളിക്കാരുടെ ചുറ്റും ഒന്ന് കറങ്ങി. അതൊക്കെ പോരവണ, എനിക്ക് ഈ പ്രദേശത്ത് വഴി അറിയില്ല. എങ്ങനെയുണ്ട്? ആ അത് അങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ട് വരിക. ആ കേബിൾ പിന്നെ ഞാൻ പഴയ പോലെ തന്നെ ആക്കി. ടാറ്റാ ബൈ ബൈ. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതിനകത്താണ് നമ്മളെ ഇനി അടുത്ത 2 മാസത്തെ യാത്രയും ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ. ഹേയ് ക്യാ ബോൾത്തി തും? എപ്പാ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. സെറ്റ് താങ്ക് യു. സൂപ്പർ. അപ്പം നാളെ എന്തായാലും ഇനാഗ്രേഷനും ഫ്ലാഗ് ഓഫും ഒക്കെ കഴിഞ്ഞ് ട്രിപ്പ് പോക്കൂടെ? അപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് പണിക്ക് തീർത്ത ആ ഒരു സാധനം വെള്ളത്തിലേക്ക് ഇറക്കി ടെസ്റ്റ് ചെയ്തു. ഏകദേശം എല്ലാം ക്ലിയറാണ്. വിചാരിച്ചതിനെക്കാട്ടും ആ ഒരു സക്സസ് നമുക്ക് ഒരു ഫീല് വേറെ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമ്മളിത് ഒരു റിസോർട്ടിൻ്റെ സൈഡിലാണ് നമ്മളിന്ന്. അവരാണ് നമുക്ക് ഈ കയാക്ക് വെള്ളത്തിലിറക്കി ടെസ്റ്റ് ചെയ്യാനും ബാക്കി സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നെ. അപ്പോൾ ഇവിടെ തന്നെ വെച്ച് നമ്മൾ വരുന്ന ഞായറാഴ്ച 19-ാം തീയതി ഈവനിങ് 4 to 8 ഒരു ചെറിയൊരു മീറ്റപ്പും ഒരു ഫ്ലാഗ് ഓഫ് പാർട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് വരുന്ന എല്ലാവർക്കും നമ്മുടെ ബോട്ടും കാറ്റമറാനൊക്കെ ഒന്ന് ട്രയൽ ചെയ്യാനും കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിക്കും. കൂടാതെ ഒരു ചെറിയൊരു നൈറ്റ് ഡിന്നറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ബാക്കി ഇതിനകത്ത് വരുന്ന കുക്കിംഗ് സെറ്റും വേണ്ട ക്യാമ്പിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇത് പെരിയാർ, ഇത് ശരിക്കും ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴ നേരെ പോയി പെരിയാറും കൂടി കണക്റ്റ് ആവുന്ന ഒരു സംഗമ സ്ഥാനത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് നാളെ അടുത്ത ഞായറാഴ്ച നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ വേണം. താങ്ക് യു. കാറ്റ് പിടിക്കുന്നുണ്ടാ അറിയില്ല. അത് ഇപ്പോഴത്തെ ഈ സമയത്ത് വലിയ കുഴപ്പമില്ല. ശരിക്കും നമ്മളൊരു ഈവനിങ്ങും അതുപോലെ പകൽ സമയങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഉച്ചക്കാണ് സീന്. പോ പോലീസ് എന്താ ചെയ്തു? എൻ്റെ ഇഷ്ടത്തിന് വെക്കും. എനിക്ക് ഇഷ്ടം പോലെ പോവാം. സ്പീഡിക്ക്
ചവിട്ടുണ്ട്. എന്താ ഭ്രാന്ത് പിടിച്ചോളൂ. ഈ കൊല്ലം വരെ ഇങ്ങനെ ചവിട്ടിട്ട് ആലോചിക്കുന്നു. നല്ല രസല്ലേ? അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിലിറക്കി ടെസ്റ്റൊക്കെ ചെയ്തു. ഉഷാറാണ് കാര്യങ്ങൾ. നല്ല സ്മൂത്തായിട്ട് മൂവിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. പ്രൊപ്പൈലറും ഷാഫ്റ്റും റഡറും ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ വർക്കാവുന്നുണ്ട്. അപ്പോൾ വരുന്ന ഞായറാഴ്ച സൺഡേ 19-ാം തീയതി 4 to 8 മണി 4 to 8 ഒരു ചെറിയ മീറ്റപ്പും ഒരു ഫ്ലാഗ് ഓഫൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കയാക്ക് ഇറക്കാൻ സഹായിച്ച ഈ ഒരു റിസോർട്ടിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു കുഞ്ഞും പാർട്ടി ഫ്രണ്ട്സും കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ അടുത്ത് ഈ പ്രദേശത്തുള്ളവരൊക്കെ ആരിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക. ഞാൻ ലൊക്കേഷനും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസൊക്കെ തരാം. സോ ഇതൊരു ഇൻവിറ്റേഷനായിട്ട് എടുക്കണം. ആരൊക്കെ നാട്ടിലുള്ളത്, ആരൊക്കെ ഈ ഏരിയയിലുള്ളത് നിൽക്കുമെന്ന് അറിഞ്ഞില്ല. സോ കുറേ ആൾക്കാരൊക്കെ ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുണ്ട്. ബാക്കി അറിഞ്ഞ് ഈ പ്രദേശത്തുള്ളവർ സൺഡേ ഈവനിങ് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ഒന്ന് കാണാം. നമ്മുടെ ഈ ഒരു സംരംഭം കാറ്റമറേൻ്റെ അത്യാവശ്യം നിങ്ങൾക്ക് നേരിട്ടൊന്ന് അനുഭവിക്കാം, പരിചയപ്പെടാം. പിന്നെ കുഞ്ഞു ട്രയൽ റൈഡും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വൈകുന്നേരം ഒരു കുഞ്ഞു ഡിന്നർ പാർട്ടി, അതാണ് വിചാരിക്കുന്നത്. അപ്പോൾ താങ്ക് യു. സൺഡേ കാണാം. ബൈ.